നമസ്കാരം. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു മോഹമാണ് കേട്ടോ. സഫലമായ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്നത് കേട്ടോ. ഒരുപാട് കാലമായി ഒന്ന് കന്യാകുമാരി തിരുവനന്തപുരം ഒരാഗ്രഹമായിരുന്നു കേട്ടോ. ഒന്ന് പോകണമെന്ന്, വിവേകാനന്ദ പാറയൊക്കെ കാണണം എന്നൊക്കെ വലിയ മോഹമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ആഗ്രഹം എന്താ അറിയില്ല നടന്നു. പിന്നെ മോന് എന്തോ ഒരു 2-3 ദിവസത്തെ അവധിയൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ കൂടെ ഞങ്ങൾ എന്തായാലും ഒരു കന്യാകുമാരിക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഒന്ന് ബുക്ക് ചെയ്തപ്പോൾ ടിക്കറ്റും കിട്ടി കേട്ടോ. ജനശതാബ്ദിക്കാണ് കിട്ടിയത്. രാവിലെ 5:50 ജനശതാബ്ദി വടകരയിൽ നിന്നാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ 4 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ, തിരുവനന്തപുരം കന്യാകുമാരി വിശേഷങ്ങളാണ്. എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വിശേഷങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ പോകുന്ന അന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഒരു 4 ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ആ ട്രെയിന് ഞങ്ങൾ കൊല്ലത്തെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടു കേട്ടോ. 2 ട്രെയിന് ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ ട്രെയിൻ കണ്ടപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അവിടെ കൊല്ലത്ത് ഭയങ്കര ചെണ്ടമേളവും കാര്യങ്ങളും. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ അമൃതഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്, അതാണ് വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞങ്ങൾ എൻ്റെ ഏട്ടൻ്റെ വീടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഏട്ടൻ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ കൂടെ വീട്ടിലെത്തി. ഇത് ഏട്ടൻ്റെ വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും ഏടത്തിയമ്മയും പിന്നെ ഞങ്ങൾ 4 പേരും എല്ലാവരും കൂടെ ഫസ്റ്റ് വേലി, അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. പിന്നെ അല്ലാതെ ഏട്ടൻ്റെ കാറ് വിട്ട് തന്ന് ഒരു ഡ്രൈവറെ വെച്ച് തന്നിട്ടാണ് ഞങ്ങൾ കന്യാകുമാരിക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ എന്തായി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വേലി എത്തി. കളി സ്ഥലമൊക്കെ കണ്ടപ്പോൾ പിന്നെ വിനുവിൻ്റെ എല്ലാ കൺട്രോളും പോയി. അവൻ ഓട്ടോ ഒക്കെ തുടങ്ങി കേട്ടോ. പാർക്ക് കണ്ടപ്പോഴേ അവന് സന്തോഷമായി. പക്ഷേ പാർക്കിൽ 10 വയസ്സിന് താഴേന്ന് കേട്ടപ്പോൾ അവനൊരു വിഷമം, എല്ലാത്തിലും കയറാൻ. 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയൊക്കെയല്ലേ കയറാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് ആ കായലിൻ്റെ നടുവിൽ ആ കായലിനെ മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം, നല്ല രസമുണ്ട് കേട്ടോ ആ പാലത്തിൽ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ പാലം മുറിച്ച് കിടക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഒരു വീട് പോലെ കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചെന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതൊരു ഹോട്ടലായിരുന്നു, ഇപ്പോൾ അത് അടച്ചു പൂട്ടി. പക്ഷെ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഞാനും അമ്മയും ഏടത്തിയമ്മയും കൂടെ അങ്ങനെ നടക്കുകയാണ്. മോനും മോഹനേട്ടനും മുന്നിലോടി, ഏട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ വരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ഫസ്റ്റ് തന്നെ ബീച്ചിലേക്ക് പോയി. കുട്ടികളുടെ തിരക്കായിരുന്നു കേട്ടോ. കാരണം ഇപ്പം സ്റ്റഡി ടൂറുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും കുട്ടികളെ തിരക്കുക. അപ്പോൾ അവിടെ കുതിരേനെ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതൊന്നും ഞാനൊന്ന് ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ കടലിൽ. കാരണം കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കയറാൻ ഭയങ്കര മടി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കടലിൽ കളിക്കാൻ. എന്നാൽ ഒരുപാട് ഡ്രസ്സ് നമ്മൾ എടുത്തില്ലല്ലോ. എങ്കിലും അമ്മയും മോനും മോഹനേട്ടനും വെള്ളത്തിലിറങ്ങി ഒന്ന് നനഞ്ഞു കേട്ടോ. മോൻ്റെ കുറച്ചധികം ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഞാൻ കുറഞ്ഞ ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനും ഏടത്തിയമ്മയും കൂടെ ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു തീവണ്ടിയില്ലേ, കളിത്തീവണ്ടി. അപ്പോൾ അതിൽ കയറിയിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മൊത്തം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ കയറണമെന്ന് വലിയ മോഹമാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് കയറ്റില്ല, കുട്ടികൾ ഫുൾ ബുക്കിംഗ് ആണ്. അപ്പോൾ കുട്ടികൾ ഒഴിഞ്ഞാൽ നിങ്ങളെ കയറാൻ സമ്മതിക്കും, ലാസ്റ്റ് ട്രിപ്പ് ആണെന്ന്. എന്തോ ഭാഗ്യത്തിന് ലാസ്റ്റ് ട്രിപ്പിൽ കുട്ടികൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചേഴ്സും കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്കും കൂടെ അതിൽ കയറാൻ പറ്റിയിട്ടോ. അങ്ങനെ ആ വേലി മൊത്തം ആ കായലിൻ്റെ അതിലെ കൂടെയൊക്കെ ഞങ്ങളൊന്ന് കറങ്ങി വന്നു. അപ്പോഴേക്ക് സ്ലൈഡ് കണ്ടു. പിന്നെ പിൻകൂട്ടനാകെ കയറിയത് സ്ലൈഡിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് സ്ലൈഡിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നടക്കുമ്പോൾ കുറേ ശില്പങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് വീഡിയോ എടുത്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ശംഖുമുഖത്തേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ശംഖുമുഖത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഈ വിൻകുട്ടനെ ഇതെന്താ സാധനം ചോദിച്ചാൽ എനിക്കറിയില്ല. അവൻ കണ്ണിലിട്ട് എന്തോ ഒരു പേര് പറഞ്ഞു, അത് ഞാൻ മറന്നു കേട്ടോ. അതങ്ങനെ കണ്ടിട്ട് അവൻ ഇളകി കളിക്കുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് അത്ര അറിയില്ല. ഇത് കഴിഞ്ഞാൽ അതൊരു മിററില്ലേ, എല്ലാ ഭാഗത്തും മിറർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വേഗം പുറത്ത് കിടക്കുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ. ഞാനും മോനും ഉള്ളിൽ കയറിയിട്ടോ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞങ്ങൾ എന്ത് ചെയ്യാണ്, പിറ്റേന്ന് രാവിലത്തെ ആണ് കേട്ടോ, ആഴിമല പോയി. ഞങ്ങൾ അന്ന് പോയത് പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ നമ്മുടെ ആറ്റുകാൽ അമ്മേൻ്റെ അടുത്ത് പോയി, പിന്നെ ആഴിമല പോയി, പിന്നെ നമ്മുടെ ഈ ചെങ്കലിലെ ഭാഗമാണ്. ആഴിമലയിലെ കാര്യം ഞാൻ വീഡിയോ ഇതിലിടാൻ മറന്നു കേട്ടോ. പക്ഷേ ഷോർട്സ് ഇട്ടുണ്ട്, നോക്കണം കേട്ടോ.
അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഭയങ്കര ഏറ്റവും നീളം കൂടിയ ശിവലിംഗമാണ് ഇവിടെ നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടുന്ന് ഫോട്ടോ എവിടെ അനുവദനീയമല്ല, അതുകൊണ്ട് കുറച്ച് പുറത്തുനിന്നൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കന്യാകുമാരിക്കാണ്. ഏട്ടൻ്റെ കാറാണ് കേട്ടോ. ഏട്ടൻ ഒരു ഡ്രൈവറെ വിട്ടു തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കന്യാകുമാരി യാത്രയിലാണ് കേട്ടോ. അങ്ങനെ കന്യാകുമാരി പോകുമ്പോൾ കുറേ നല്ല രസമല്ലേ, ഇങ്ങനെ കുറേ കുന്നുകളല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് എന്ത് ചെയ്തു, അങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം ഒരു 2 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ എവിടെ എത്തി, കന്യാകുമാരി എത്തിയിട്ടോ. അപ്പോൾ കന്യാകുമാരി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം റൂം ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ റൂം ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങളവിടെ താമസിച്ച് അവിടുന്ന് ഫ്രഷായി അപ്പം തന്നെ 2:45 ക്യൂ നിന്നതാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾക്ക് ബോട്ട് കയറാനുള്ള അവസരം കിട്ടിയത്. കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ അവിടെ തിരുവള്ളുവരുടെ പ്രതിമ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അതിൽ നടക്കുമ്പോൾ ഒന്ന് പേടിയാവും. താഴെ പാറക്കല്ലുകളും നമ്മുടെ കടലും ഇതൊക്കെ കൂടെ കാണുമ്പം ഭയങ്കര പേടി. പിന്നെ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് എന്താ പറയുക, എനിക്ക് അങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആളുകളെ കാലുകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. കാരണം ലാസ്റ്റ് ടൈമുമായിട്ടോ ഞങ്ങൾ പോയത്, എനിക്ക് തോന്നുന്നു ലാസ്റ്റുള്ള ആ ഒരു ടൈമുള്ള ഇതിലാണ് പോയത്. ലാസ്റ്റ് അതിന് തൊട്ട് മുമ്പുള്ള ബോട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുത്താണ്. വിവേകാനന്ദ അവിടെ ഒന്നും നമുക്ക് ഫോട്ടോ ഉള്ളിൽ അനുവദിക്കുന്നില്ല. പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ഞാൻ ആവുന്നത് പോലെ എടുത്തതാണ് കേട്ടോ. കാരണം ഒന്നാമത് നമുക്ക് വീഡിയോ എടുക്കുന്നതിനെക്കാളും കാഴ്ചകൾ, കാരണം ഒരുപാട് ഞാനൊരു 3ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ കൊണ്ടുപോയത് അവിടെയൊക്കെ. അതിനുശേഷം എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു പോകണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം നടന്ന സന്തോഷം. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനെക്കാട്ട് കാഴ്ചകൾ കാണാനായിരുന്നു കേട്ടോ ആഗ്രഹം. ഇത് രാത്രി ഞങ്ങൾ കന്യാകുമാരി ദേവീനെയൊക്കെ തൊഴുത ശേഷമുള്ള കാഴ്ചകളാണ് കണ്ടത് കേട്ടോ. ഇത് പിന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കന്യാകുമാരി അവിടെ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ, കന്യാകുമാരി ദേവീനെ തൊഴാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. കാരണം 2 ദിവസം മുമ്പേ 2 മണിക്ക് എഴുന്നേറ്റതാണ്. പിന്നെ ഉറങ്ങിയിട്ടില്ല. ഏട്ടൻ്റെ അടുത്തുനിന്ന് ഉറങ്ങി, കുറച്ചൊന്ന് ഉറങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ 5 മണിയാകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം കുറവായതുകൊണ്ട് ഞങ്ങൾ വേഗം റൂമിൽ പോയി ഫ്രഷായി ഉറക്കം ഉറങ്ങിയിട്ടോ. അങ്ങനെ ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് 7 മണിക്ക്, അന്ന് ഒരു മഴ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തലേന്ന് പോയി. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, മഴയോ കാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ബോട്ട് ഉണ്ടാവില്ല, എന്തോ നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് നന്നായി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ശുചീന്ദ്രം അമ്പലത്തിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയത്. അപ്പം ഈ ശുചീന്ദ്ര അമ്പലത്തിലും ഫോട്ടോ എടുക്കാനുള്ള അനുമതിയില്ല, അതുകൊണ്ട് അവിടെ എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ് കേട്ടോ പോയത്. എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടമായ സ്ഥലമാണ് പത്മനാഭപുരം കൊട്ടാരം. ഇതും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പൊതുവേ പഴമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ഒരു മടവൂർ പാറ ഉണ്ടായിരുന്നു, അവിടേക്കാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ള ഒരു മഠം, അവിടെയും പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അങ്ങനെയാണ്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.